എന്താ രസം. അവര് മല്ലിത്തോട്ടം എന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെ മല്ലിയ വിചാരിച്ചത്. ഫാൾസിലൊക്കെ കുളിക്കാന്നൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നതാണ്. ഹായ്, എല്ലാവർക്കും മയോൺ വ്ളോഗ്സ് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ കൊടിവേരിയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു കോയമ്പത്തൂരിൽ നിന്ന് ഒരു 72 കിലോമീറ്റർ ഉണ്ട് ഈ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പൊ സമയം ഏകദേശം ഉച്ച സമയമായി. ഞങ്ങൾ രാവിലെ ഇറങ്ങാന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. അങ്ങനെ ഫുഡ് പാക്കിംഗ് ഒക്കെ ചെയ്ത് ഇതാ മോൻ ഇതെടുത്ത് എല്ലാം ഡിക്കിയിലേക്ക് വെക്കാൻ തുടങ്ങി. നമ്മളപ്പോഴേക്കും ഞാനും രാജേഷേട്ടനും കൂടെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവരിതെല്ലാം സെറ്റ് ചെയ്തു. കൂടെ നമ്മൾ അദ്യവും കൂടെ ജോയിൻ ചെയ്തു. അവൻ്റെ വക അവനും വേണ്ടതൊക്കെ അവനും ഡിക്കിയിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രൈവറിനെ കൂടെ സെറ്റ് ചെയ്തു കേട്ടോ. ആൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എന്താ പറയേണ്ടത്, എൻജോയ് ചെയ്യാൻ നമുക്കൊരു ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളായിരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റ് அந்த சேவ் பண்ணிட்டேன். ஓகே, இன்னொரு ஊருக்கு போகும்போது எங்களை பர்சனலா கூப்பிடுறாங்க. ஓகே. നല്ല ദാഹം കേട്ടോ. അപ്പോൾ ഒരു ഇളനി കട കണ്ടപ്പോ നമ്മൾ ഇവിടെ നിർത്തിയതാണ്. കടാന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വണ്ടീന്റെ മുകളിലാണ് ആള് ഇത് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിന്ന് ഇവിടുന്ന് കുടിക്കുന്നുണ്ട്. മരത്തിന്റെ ചോട്ടിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കൂളിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല റിലാക്സ് ആവാൻ പറ്റിയൊരു സ്ഥലം. നമ്മൾ അദ്യൂട്ടിന് ആദ്യം കൊടുക്കാം അല്ലേ. ഉള്ളിൽ വരും. അങ്ങനെ നമ്മൾ ഇളനിയൊക്കെ കുടിച്ച് പിന്നെ യാത്ര തുടങ്ങി. അപ്പോൾ രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോഴും എന്താ ഒരു ഭംഗിയെന്നറിയോ, ശരിക്കും വരച്ച് വെച്ചതുപോലെയുണ്ട്. ആ ഒരു മേഘമൊക്കെ ശരിക്കും ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നത് പോലെ എന്തോ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റി. നമ്മളിങ്ങനെ ഈ ഒരു യാത്രയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോവായിരുന്നു. ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചതായിരുന്നു, ഇത് നമുക്ക് ഷോർട്ടായിട്ട് പോകുന്ന സ്ഥലമാണോ ഈ റോഡിലേക്ക് എന്നൊക്കെ. അപ്പോൾ ആൾ പറഞ്ഞു, അതെ, ഈ റോഡിലേക്ക് പോകുന്ന ഷോർട്ടായിട്ടുള്ള ഒരു വഴിയാണിത്. അതേപോലെ തന്നെ ഇത് കർണാടക റൂട്ടിലേക്ക് നമുക്ക് നെക്സ്റ്റ് പോകുന്നത് സത്യമംഗലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരൊക്കെ വിട്ട് ഈറോഡ് ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു.
അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കൊടിവേരി എത്താറൊക്കെ ആയി. ഈ ഒരു ഡാമിനെ പറ്റി നമ്മളിപ്പോൾ പോകുന്നത് കൊടിവേരി ഡാമാണ് കേട്ടോ. അവിടെ ഒരു വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡാമിനെ പറ്റി പറയുന്നതാണെങ്കിൽ, ഈ ഒരു ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് കൊങ്കലവൻ വെട്ടുവ രാജ എന്ന് പറയുന്ന രാജാവാണ്. അപ്പോൾ 1125 AD അത്രയും പഴക്കം ചെന്ന ഒരു ഡാമാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഓൺ ദ വേ ആയി. അങ്ങനെ ഞങ്ങൾ സത്യമംഗലം എത്തി കേട്ടോ. ഞാൻ വിചാരിച്ചത് സത്യമംഗലം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശം എന്നാണ്. പക്ഷേ ഇതൊരു മോശമില്ലാത്തൊരു ടൗൺ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു ടൗൺ ഏരിയ തന്നെയാണിത് കേട്ടോ. ഇത് നമ്മളിപ്പോ കൊടിവേരി വാട്ടർഫാൾസിന്റെ മുന്നിലാണ് ഉള്ളത്. നമുക്ക് അവിടെ കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പാലമൊക്കെ കെട്ടിയിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോയി അവിടെ കുളിക്കാനുള്ള ഒരു ഇതാണ്. പക്ഷെ ഇപ്പൊ 2 മണിക്കൂർ മുന്നേ ഇത് ക്ലോസ് ചെയ്തു. നമ്മളിപ്പോ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നു, പക്ഷെ ആ ഒരു വെള്ളത്തിന്റെ ഫോഴ്സ് അത്രയ്ക്കാണ്. അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നിർഭാഗ്യവശാല് ആ ഉള്ളിൽ പോയി കുളിക്കാൻ നമുക്ക് പറ്റില്ല. கொடிவேரி அது ஃபால்ஸ் அடைச்சிட்டோம், தண்ணி அதிகமாயிடுச்சுன்னு சொல்லிட்டு. வேற ஏதாச்சும் பாக்குற ஏரியா இருக்கா இங்க? കൂട്ടം ഇരിക്കാ. ബട്ട് അങ്ങുള്ള തണ്ണി അങ്ങനെ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറെ നേരമായിട്ട് ഒരു തപ്പി പിടിച്ച് ഇപ്പൊ എല്ലാം കൂടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പുളിമരത്തിന്റെ ചോട്ടില് നമ്മൾ നിന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഫുഡൊക്കെ എടുത്തു വെക്കാൻ നല്ല വിശപ്പായി. അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എടുത്തു വെച്ചു. ഞാനിത് കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണിയാണ് ചെയ്തത് കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലാറം ചതിച്ചു. അലാറം വെച്ചത് അടിഞ്ഞില്ല. അപ്പോൾ ആകെ ലേറ്റായിപ്പോയി. അങ്ങനെയാണ് ഞങ്ങൾ വരവ് തന്നെ ലേറ്റായത്. പിന്നെ അതാ ഫുഡൊക്കെ ഞാൻ ഡ്രൈവർക്കും അവർക്കൊക്കെ കൊടുത്തു. എന്താ പറയണ്ടേ, എന്നിട്ട് ചെറിയ രീതിയിൽ അവരോടൊന്ന് അഭിപ്രായം ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു തൃപ്തിയല്ലേ. എന്നാ കഴിക്കല്ലേ. ഇവരൊക്കെ കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് രാശിട്ടാ? വെറുതെ പറയാണോ ഏട്ടാ? എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. ഹലോ, എങ്ങനെയുണ്ട്? നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അയാൾ പറഞ്ഞു കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തോട്ടം കാണാം, ഒരു മല്ലിത്തോട്ടം. അപ്പൊ ആ തോട്ടത്തിലേക്ക് ഒന്ന് പോവാ അല്ലേ? ഓക്കെ. അവര് മല്ലിത്തോട്ടം എന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെ മല്ലിയ വിചാരിച്ചത്. പക്ഷെ ഇനിയിപ്പോ വന്നിരിക്കുന്നത് മുല്ലപ്പൂവാണ് കേട്ടോ. തമിഴില് മല്ലിപ്പൂ എന്ന് പറയില്ല, മുല്ലപ്പൂവിന്. ഇത് മുല്ലപ്പൂവിന്റെ തോട്ടാണ്. എല്ലാം ഇതാ മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്. കുറെ ആൾക്കാർ അവിടെ ഇതാ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല സെറ്റ് സംഭവം, അടിപൊളി. തോട്ടത്തിലെ പണിക്കാരെ കാണുന്നുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവരോട് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. ഇത് എത്ര ഏക്കർ എടുക്കുதுங்க? 3 ஏக்கர்ல மல்லிதா. சரி சரிங்க. இது எப்படிங்க இதெல்லாம் எடுக்கிறது? எல்லாம் இல்ல எப்பவுமே இருக்கும் இது சீசன்? சீசன் தான் இருக்கும். சீசன் தான். ஓகே ஓகே. அது இது ரெண்டு விதமா இருக்குங்களா? இல்ல இது வந்து இப்போ வெட்டி விட்டுக்குறங்க. வெட்டி விட்டுக்கிறதுனால இந்த இதுல இருக்கு. ஆமா, இது வந்து பூ வந்துட்டு இருக்குதுங்க. இது வெட்டி விட்டுக்குறோம். சரி, வர ஸ்டேஜ்ல இருக்குதுன்னு வைங்களே. அடுத்தது இதுல எல்லாம் மொட்டை ஆயிடுச்சுங்க இல்லைங்களா? மொட்டாയി வந்துருச்சுங்க. வந்துச்சு. ஓகே ஓகே ஓகே. சரிங்க, ரொம்ப தேங்க்ஸ். இங்க இருந்து ப்ரொடக்ஷன்லாம் இப்போ கோயம்புத்தூருக்கு அந்த கோயம்புத்தூர்ல இங்க நாங்க சத்தி மார்க்கெட்டுக்கு அனுப்பிச்சிருவோங்க. சத்தி மார்க்கெட்ல வந்து வெளியூர் கேரளா, கோயம்புத்தூர், பெங்களூர் காரில் வந்து வாங்கிட்டு போவோம். எல்லாரும் வாங்கிட்டு போறது. ஓகே ஓகே. சரிங்க சரி. சத்திலி மார்க்கெட் விவசாயிகளாம் சேர்ந்து மார்க்கெட் ஆரம்பிச்சுக்கிறேங்க. நாங்கள் கொண்டு பூ போட்டோன்னே ஒருத்தர் வந்து 100 ரூபாய்ன்னு, 150 ரூபா, 160 ரூபான்னா யார் எச்சு கேட்கறாங்க அவங்க கொடுத்துருவோம். உங்களுடைய இதா இந்த? ஆமா. ஓகே ஓகே. சரி. விவசாயிகளே சேர்ந்து மார்க்கெட் ஆரம்பிச்சுக்கிறேங்க. சரி சரி. ஒரு அசோசியேஷன் மாதிரி தலைவர் செயலாளர் போட்டு
பண்ணிட்டு இருக்காங்க. சரி சரி வேற எங்கேயுமே இல்லைங்க இந்த மாதிரி விவசாயிகள் மார்க்கெட்னு விவசாயிகளும் ஆரம்பிச்சது சத்தியமங்கலம் மட்டும்தானுங்க. சரி சரிங்க தேங்க்ஸ். சரி தேங்க்ஸ். பரவாயில்ல. சரி சரிங்க. எங்க இது உங்களோட இதுங்களா? உங்களோட தோட்டம்? உங்களோட. சரி. பேட்டரி இருக்குதுன்னு அவங்க வெட்டிக்குவாங்க. ஓ ஃபேக்டரி இருக்குதா? கிலோக்கு எவ்வளவு ரேட் வரும் உங்களுக்கு இப்போ? அவங்க மொத்தமா டன்னு கணக்கு கொடுப்பாங்க. அதுலயே ஆளுக்கு வெட்டு கூலி எடுத்துக்குவாங்க. எங்களுக்கு ஏதோ 2000 வருங்க டன்னுக்கு. ஓ சரி சரி. ஆமாங்க. எச்சல் இல்லைங்க. ஆளுகளுக்கு ஒரு 750 ரூபாய் எடுத்துக்குவாங்க. அது போக 2000த்துலயே கம்மியா தான் வரும்னு வருது. ஓ எச்சல்ல வர்றது இல்லைங்க. ஒரு டன்னுக்கு ஆனுங்க. டன்னுன்னா 1000 கிலோ. ஆமாங்க. ஒரு டன்னுன்னு 1000 கிலோங்க. சரி சரி. தண்ணி குடிக்கிறீங்களா? இல்ல குடிச்சிட்டாங்கக்கா. இப்பதான் சரி குடிச்சேங்க. இப்பதான் நான் சாப்பிட்டுட்டு இப்பதான் இப்பதான் இங்கே சாப்பிட்டு சாப்பிட்டேங்க. இங்க அவர் ரோட்ல ரோட்ல நாங்க வண்டியில கொண்டு வந்திருந்தாங்க. சரி சரி ரோட்லயே சாப்பிட்டோம். சரி சரி. சரி சரி ரொம்ப தேங்க்ஸ். நல்லா புளிப்பாയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പണ്ട് നമ്മളൊരു ഒരുപാട് പ്രാവശ്യം കണ്ട. ഞങ്ങൾ മുല്ലപ്പൂവിൻ്റെ ആ ഒരു തോട്ടമൊക്കെ കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അദ്യുനും രാശേട്ടനെയും കാണുന്നില്ല. അങ്ങനെയാണ് പിന്നെ നോക്കുമ്പോൾ ഇവർ ആ ഒരു കരിമ്പും തോട്ടത്തിലേക്ക് കാണുന്നത്. അങ്ങനെ ആ ചേച്ചീനെയും അവിടെ ഇതൊക്കെ പരിചയപ്പെടാനൊക്കെ പരിചയപ്പെട്ടു. അവരുടെ തോട്ടമാണിത്. അതേപോലെ ഞാറലൊക്കെ ഉണ്ടായിരുന്നു. ഞാറലൊക്കെ ഞങ്ങൾ പറിച്ച് കഴിച്ചു. ഒന്നും കണ്ടില്ല സാറേ. ഇത് പോയേ എന്താ രസം. ശരിക്കും പ്രകൃതിയുടെ ഭംഗിയില്ലേ. ഉദയകുമാർ ഫസ്റ്റ് ടൈം இந்த பக்கம். சூப்பரா இருக்கு இல்லையா? എന്ത് രസം. ഇത് എന്ത് മല, ഏത് മല? നമ്മളൊരു എന്താ പറയണ്ട അത്രയും ഭംഗിയുള്ള ഒരു മലയുടെ താഴത്ത് നിൽക്കുവാണ്. ഇതിന് ഇവിടെ ഒരു ഫാൾസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നു ഇങ്ങോട്ട് അലൗഡ് അല്ല, ഫോറസ്റ്റുകാർ വിടില്ല, ഫൈൻ ആവുന്നു. അപ്പൊ നമ്മളെന്തായാലും ആ ഒരു ഇതിൽ സാഹസികതയ്ക്ക് മുതിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഭംഗി നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. എന്താ ഒരു രസം എന്നറിയോ, അത്ര ഭംഗിയുള്ളൊരു പ്ലേസ്. ഫാൾസിലൊക്കെ കുളിക്കാന്നൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നതാണ്. പക്ഷെ എന്തോ നമുക്ക് ഫാൾസിൽ കുളിക്കാനൊന്നും പറ്റിയില്ല, നമ്മുടെ അൺലക്ക്. അപ്പോൾ ഇത് ഫാൾസിനോട് തൊട്ടിട്ട് തന്നെ നമുക്കൊരു ചെറിയൊരു പുഴയുണ്ട്. ആ പുഴയിലേക്ക് ഇവരൊക്കെ ഇറങ്ങുകയാണ്. എന്തായാലും എനിക്ക് ധൈര്യമില്ല, വെള്ളത്തിൽ ഇറങ്ങാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഇവരൊക്കെ ഇറങ്ങുകയാണ്. ഓക്കെ. ചെറിയ രീതിയിൽ മഴ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്താ പറയണ്ടേ, വേഗം സ്ഥലം വിടാനുള്ള സമയമായി. ഇനി നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ട്, എന്നാലും അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഒരു നിൽക്കുമ്പോഴൊക്കെ. അങ്ങനെ നമ്മളെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താ പറയണ്ടേ, ഇന്ന് ഒരുപാട് പ്രതീക്ഷയായിട്ട് പോയതാണ്, പക്ഷേ പ്രതീക്ഷ പോലെയൊന്നും കിട്ടിയില്ല. എന്നാലും ഒരുവിധം ഓക്കെ ആയിരുന്നു യാത്ര. നല്ല എൻജോയ് ചെയ്തു ഞങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.